ഡൽഹിയിലെ പ്രക്ഷോഭങ്ങൾ വളരെ മുന്നേറി അത് ഏതാണ്ടൊരു മൂർധന്യാവസ്ഥയിൽ എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഈ സമരങ്ങളെയൊക്കെ അടിച്ചമർത്താനായിട്ട് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത് മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിൽ നമ്മൾ കാണേണ്ടത് ഈ ചെറുപ്പക്കാരെ സർക്കാർ നേരിട്ട രീതിയാണ്. അവരെ അടിച്ചൊതുക്കുക എന്നുള്ള രീതിയാണ്. അതിൽ ഗുരുതരമായിട്ട് അടിയേറ്റ്, പോലീസിൻ്റെ ലാത്തി കൊണ്ടുള്ള അടിയേറ്റ് തലയ്ക്കും അതുപോലെ നട്ടല് പൊട്ടി, നട്ടൽ ഒടിഞ്ഞു അടികൊണ്ട്. ബ്രെയിനിലേക്കുള്ള ബ്ലഡ് സപ്ലൈ നിന്നു, ഓക്സിജൻ സപ്ലൈ നിന്നു. അങ്ങനെ ഒരു കുട്ടി മരണവുമായി മല്ലടിക്കുകയാണ്. സാക്ഷി 21 വയസ്സുകാരിയാണ്. ഇനി അത് ഇതുവരെ വെന്റിലേറ്ററിലാണ്. ആ വെന്റിലേറ്ററിൽ കിടക്കുന്ന ആ കുട്ടി ഇന്നലെ വെന്റിലേറ്റർ ഒന്ന് മാറ്റാനായിട്ടൊന്ന് ശ്രമിച്ചു. കാരണം ശകലം വെന്റിലേറ്റർ മാറ്റി നോക്കാം എന്നുള്ളത്. വെന്റിലേറ്റർ മാറ്റി കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ ശരീരം നീല നിറമായി വീണ്ടും തിരിച്ച് വെന്റിലേറ്ററിലേക്ക് കയറ്റേണ്ടതായിട്ട് വന്നു. ഇതിൻ്റെ എന്നാലും ഹോസ്പിറ്റൽ അതോറിറ്റീസൊക്കെ പറയുന്നത് ഇത് വളരെ അതീവ ഗുരുതരമാണ്, രക്ഷപ്പെടാൻ ചാൻസ് ഒന്നുമില്ല എന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്തറിയോ, ഈ വാർത്തകൾ പുറത്തു പോകാതിരിക്കാൻ വളരെ വലിയ ശ്രമങ്ങളാണ് കേന്ദ്ര ഗവൺമെൻറ് നടത്തുന്നത്. അവിടെ പോലീസിനെ വിന്യസിപ്പിച്ചേക്കാണ് ആശുപത്രിയിൽ. ഇതിനെ ആരെങ്കിലും കാണാൻ വരുന്നുണ്ടോ? അതിനെ കാണാൻ വരുന്നവർ മാത്രമല്ല, ഇതിൻ്റെ കുടുംബം ആരോടെങ്കിലും സംസാരിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ സംസാരിക്കാൻ പാടില്ല, പുറത്തറിയരുത്. അടിച്ച് നട്ടലൊടിക്കാം ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ, പക്ഷേ അത് പുറത്തു പറയാൻ പാടില്ല. ഈ രാജ്യത്ത് ഇത് ആരും അറിയരുത്, ഇതാണ് അവർക്ക് വേണ്ടത്. അപ്പോൾ വിവരം തടയുക, അതായത് മനുഷ്യർക്ക് അറിയാനുള്ള കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ആ ഇടപാടിനെ തടയുക എന്നുള്ളതാണ് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ആരൊക്കെയാണ് അതിൻ്റെ പുറകിൽ നമുക്കറിയാമല്ലോ. ഏതായാലും വളരെ വലിയ കാര്യങ്ങളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഈ രീതിയിൽ. ആളുകളെ ഉപദ്രവിക്കുക, കാണുന്നവരെല്ലാം ഉപദ്രവിക്കുക, അങ്ങനെയാണ്. ഇപ്പോൾ പാർലമെൻറ്റിൽ ഇപ്പോൾ ഇത് കോൺഗ്രസ് നേരത്തെ ആദ്യം ഈ രംഗത്തുനിന്ന് ഇത് ഒരു സംശയാസ്പദമായ ഒരു സാഹചര്യമാണിത്. ഈ ഒരു സംശയദൃഷ്ടിയോടെയാണ് ഈ CJPയെ നോക്കിക്കണ്ടതെങ്കിലും കാരണം അത് BJPയുടെ തന്നെ ഒരു B ടീമായി മാറുന്നുണ്ടോ എന്ന് നോക്കാൻ അറിയാൻ പറ്റാത്തതുകൊണ്ട് അത് മാറി നോക്കിക്കൊണ്ടിരുന്നു. പക്ഷേ അവസാനം അവർക്ക് മനസ്സിലായി അങ്ങനെയല്ല, ഈ ചെറുപ്പക്കാർ ശരിയായ ഒരു റീസണ് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലായി. നമ്മൾ തന്നെ ആലോചിച്ച് നോക്കിക്കോളൂ, ഈ എത്രത്തോളം കഷ്ടപ്പെട്ടാണ് ഈ കുട്ടികൾ ഈ നീറ്റ് പരീക്ഷയ്ക്കൊക്കെ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതറിയോ? അതിൽ പങ്കെടുക്കാൻ വേണ്ടി എന്തുമാത്രം കഷ്ടപ്പാടാണ് അവർ സഹിക്കുന്നത്. അവർ രാപകല് വ്യത്യാസമില്ലാതെ കുത്തിയിരുന്ന് പഠിച്ച് നേരെ നോക്കും. അപ്പം ചോദ്യപേപ്പർ എടുത്ത് വിൽക്കുക. അതിൻ്റെ ഉത്തരവാദിത്വം ആർക്കാണ് എന്ന് നോക്കിയാൽ അതിന് മന്ത്രിക്കല്ലേ ആദ്യം ഉത്തരവാദിത്വം വരുന്നേ. ധാർമ്മികമായിട്ടെങ്കിലും അയാൾ രാജിവെക്കണ്ടേ? ഇതത് മാത്രമല്ല, അത് ഈ അഴിമതി ഉണ്ടെന്ന് പുറത്തു വന്നു അയാളുടെ ഭാഗത്തുനിന്ന്. കാരണം അയാളുടെ ബന്ധുവിനാണ് അതിൻ്റെ കോൺട്രാക്റ്റ് കൊടുത്തത്. അവിടുന്നാണ് ഇത് ചോർന്നേക്കുന്നത് എന്ന് മനസ്സിലായി. ഇഷ്ടംപോലെ വിൽക്കാൻ കാശുണ്ടാക്കാം. അപ്പോൾ അയാൾ അതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വം ശരിയായ അല്ലാതെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജിവെക്കേണ്ടതല്ലേ? അതയാൾ ചെയ്യല. രാജിവെക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. പണ്ട് ഒരു റെയിൽവേ വകുപ്പ് മന്ത്രിയായിരുന്ന ലാൽ ബഹദൂർ ശാസ്ത്രി, അദ്ദേഹം ചെയ്ത എന്താണ്? ഒരു ട്രെയിൻ അപകടം ഉണ്ടായി. അദ്ദേഹം അല്ലല്ലോ ട്രെയിൻ ഓടിക്കുന്നത്. അദ്ദേഹം പറയുന്ന പോലെ അല്ല ട്രെയിൻ ഓടിക്കുന്നത്. അതിൻ്റെ പൈലറ്റ് ആണ്, ഈ എൻജിൻ പൈലറ്റ് ഉണ്ട്, അവരാണ് ഓടിക്കുന്നത്. പക്ഷേ അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് രാജിവെച്ച നമ്മുടെ ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ ആ ചിത്രം നമ്മുടെ മുമ്പിലൊക്കെ വ്യക്തമല്ലേ? ഇതുപോലെ എത്രയോ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതുകൊണ്ട് ധാർമ്മികത എന്ന് പറയുന്നത് ഒന്നും ഇപ്പം ഇല്ലാതായി. അത് ഉത്തരവാദിത്വമെങ്കിലും ശരിയായിട്ട് വേണ്ടേ? അതുമില്ല. ആ രീതിയിലാണ് ഇപ്പോൾ വളരെ 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 ബുദ്ധിമുട്ടാണ് ഇവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ ചെറുപ്പക്കാരാണ് എല്ലാം. നമ്മുടെ ഭാവിയുടെ വാഗ്ദാനങ്ങളാണ് അവരെ ഇതുപോലെ അടിച്ചൊതുക്കുക, അവരെ അടിച്ച് ഉപദ്രവിക്കുക എന്ന് പറയുന്നത്. പ്രതിഷേധിക്കാനുള്ള അവകാശമില്ലേ അവർക്ക്? പ്രതിഷേധിക്കാൻ അവർക്ക് അവകാശമുണ്ടല്ലോ. അവർ പ്രതിഷേധിക്കേണ്ട, അവരല്ലേ വേണ്ടത്. ഇന്ത്യയുടെ ഭാവി നോക്കേണ്ടത് അവരല്ലേ. അത് എങ്ങാനും ഈ കൂഷ്മാണ്ഡങ്ങൾ അറിയുന്നുണ്ടോ? ഒന്നുമില്ലല്ലോ. ഇരുന്ന് കുറേ അങ്ങ് വിളമ്പും.
ഇന്നലെ രാത്രി പ്രധാനമന്ത്രി മുതലക്കണ്ണീർ ഒഴുക്കുന്നത് കണ്ടു. എന്തിന്? ഈ ചെറുപ്പക്കാരെ അടിച്ച്, ചെറുപ്പക്കാരാണ് നമ്മുടെ ശക്തി, യുവാക്കളാണ് ശക്തി, യുവാക്കളുടെ രക്തമാണ് യുവാക്കളുടെ രക്തമാണ് തെരുവിൽ ഒഴുകുന്നത് ഡൽഹിയിലെ. അതാദ്യം കാണണം. അത് 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 നോക്കണം. എന്നിട്ട് അതിനെ സപ്പോർട്ട് ചെയ്യാൻ, അതായത് ഇതങ്ങോട്ട് പറയുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് എന്താ സംഭവം എന്നറിയോ? അതിനെടുത്തേക്കുന്ന നടപടി, അതിൻ്റെ ഈ സെക്രട്ടറി, ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ സെക്രട്ടറി അവിടുന്ന് മാറ്റി. സെക്രട്ടറി മാറ്റിയിട്ട് പുതിയൊരുത്തിനെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. സെക്രട്ടറി മാറ്റിയിട്ട് പുതിയൊരുത്തിനെ കൊണ്ടുവന്നേക്കുന്നത് നരേഷ് പാൽ ഗാംഗ്വാർ എന്ന് പറയുന്ന ഒരാളാണ്, IAS ഉദ്യോഗസ്ഥൻ. അയാൾ നല്ല പേര് കേട്ടവനാകട്ടെ. ഈ പോയവൻ്റെ അച്ഛനാവാൻ കൊള്ളാവുന്നവനാവാൻ. കാരണം എന്താണെന്നറിയോ? അയാൾ കൃഷി വകുപ്പിൽ ഇരുന്നുകൊണ്ട് ചെയ്ത പണിയെന്ന് പറഞ്ഞാൽ അയാളുടെ അയാളുടെ ഭാര്യയും മകനുടെയും പേരിൽ സബ്സിഡി വാങ്ങിയെടുത്തു. ചില്ലറയല്ല, 1,16,00,000 രൂപയുടെ സബ്സിഡി വാങ്ങിയെടുത്തു. അതങ്ങ് വാങ്ങി. അതായത് സ്വജനപക്ഷപാതം മാത്രമല്ല, അവിടെ അഴിമതിയാണ്, ശരിയായ സാമ്പത്തിക അഴിമതി നടത്തിയ ഒരാളെയാണ്. അവനെ വേണം അവിടെ കൊണ്ടുവെക്കാൻ. കാര്യം എന്താണെന്നറിയോ? ഈ പിള്ളേരൊക്കെ പഠിക്കും, ഈ ചോദ്യപേപ്പറിന് വലിയ വില കിട്ടും, ഈ അനന്ത സാധ്യതകൾ ഇതിൻ്റെ കണ്ടുപിടിക്കാൻ കഴിവുള്ളവനാണ് അവൻ. അവിടെ അഗ്രികൾച്ചർ വകുപ്പ് ഇരുന്നുകൊണ്ട് അവൻ ചെയ്ത പണിയാണ് ഈ പറഞ്ഞത്. അവനെയാണ് ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ സെക്രട്ടറി ആയിട്ട് മാറ്റിയേക്കുന്നത്. നല്ല നിയമനമാണ് കേട്ടോ. കള്ളനെ മാറ്റിയിട്ട് കൊള്ളക്കാരനെ കൊണ്ടുവന്നു എന്നുള്ളതാണ് ഇപ്പം നമ്മൾ കാണേണ്ടത്. ഇത് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം എന്നുള്ള ഒരു ആവശ്യം ഇപ്പോൾ ഈ ചെറുപ്പക്കാരും പറയുന്നു. അതിനാണ് അവർ സമരം തുടങ്ങിയത്. കോൺഗ്രസും പറയുന്നു. അവർ പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടങ്കം ഇപ്പോൾ പറയുകയാണ്. ഇത് ഈ പ്രതിപക്ഷ പാർട്ടികളുടെ ഒരു യോജിപ്പിന് വഴിതെളിച്ചു എന്നുള്ളത് ശരിയാണ്. എന്തുകൊണ്ട് ഇയാളെ രാജിവെക്കാൻ പറയുന്നില്ല? ഇയാളെ രാജിവെക്കാൻ പറയാൻ ബുദ്ധിമുട്ടാണ് നരേന്ദ്രമോദിക്ക്. അതിൻ്റെ കാരണം ഇയാൾ RSSൻ്റെ വലിയ ആളാണ്, ബജ്രംഗദളിൻ്റെ ആളാണ്. ആ രീതിയിൽ ഈ നമ്മുടെ ഈ എവിടെ ഒരു ഒറീസയിൽ ഒരു പാവപ്പെട്ട മനുഷ്യനെ അയാളുടെ 2 ആൺമക്കളെയും കൂടെ തീവച്ചു കൊന്നില്ലേ? അതിൻ്റെ പുറയിലും പോലും ഗ്രഹാം സ്റ്റെയിനെ ഒക്കെ അതിൻ്റെ പിന്നിലും ഒക്കെ ഇയാളുടെ കൈകളുണ്ടെന്നുള്ളത് അവിടെയൊക്കെ വളരെ പറയപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ്. ഇയാളുടെ ആളുകളാണ് ആ ചെയ്തേക്കുന്ന അടുപ്പക്കാരും. പക്ഷെ അതുകൊണ്ട് ഒരു കാരണവശാലും ഇയാളെ മാറ്റാൻ നരേന്ദ്രമോദി ഇഷ്ടപ്പെടത്തില്ല, ചെയ്യത്തില്ല. ഭയമാണ് നരേന്ദ്രമോദിക്ക്, അത് ഭയമാണ്. മാത്രമല്ല നാഗ്പൂർ യൂണിവേഴ്സിറ്റി ഉണ്ടല്ലോ, അവരൊരു കാരണവശാലും ഇത് സമ്മതിക്കത്തില്ല. RSSൻ്റെ വളരെ വേണ്ടപ്പെട്ടവനാണ് അയാൾ. അതുകൊണ്ട് ഒരു കാരണവശാലും ഇയാളെ മാറ്റത്തില്ല. ഇയാളെ മാറ്റണം എന്നുള്ള ഉദ്ദേശത്തിന് ഇയാളെ മാറ്റണം ഇതിന് കേന്ദ്ര സർക്കാർ ഇതിനെ എതിർക്കുന്നു? ഇയാളെ അങ്ങ് മാറ്റിക്കഴിഞ്ഞാൽ അതിന് ചർച്ച വേണമെന്ന് പറഞ്ഞ് ചർച്ചയ്ക്ക് ശരിയാണ്. പക്ഷേ ആ ചർച്ചയ്ക്ക് ഇറങ്ങുമ്പോൾ ആ ചർച്ചയ്ക്ക് വരുന്നവരെ അവിടെ നിർത്തി താമസിപ്പിക്കുക, ബുദ്ധിമുട്ടിക്കുക, എന്നിട്ട് അവസാനം ഒന്നും ആലോചിച്ച് പറയാം എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോവുക. ഇതാണ് ചെയ്തേക്കുന്നത്. അത് ആ കുഞ്ഞുങ്ങൾ തിരിച്ചറിഞ്ഞു. അവർ പറഞ്ഞു ഇനി ഞങ്ങൾ ആ പരിപാടിക്കൊന്നുമില്ല, ആദ്യം ഇയാളെ മാറ്റണം. ഇപ്പോൾ പാർലമെൻറ്റിൽ ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞു. ചർച്ച ചെയ്യണമെങ്കിൽ ഇയാളെ അവിടുന്ന് മാറ്റണം എന്നാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയും കൂട്ടരും ആവശ്യപ്പെടുന്നത്. ശരിയായ ആവശ്യം തന്നെയാണ്. ഇതുപോലൊരു കള്ളനെ അവിടെ ഇരുത്തിക്കൊണ്ട് ഇതിൻ്റെ ചർച്ച നടത്തിയിട്ട് കാര്യം എന്താണ്? അപ്പോൾ അത് ആ രീതിയിൽ ഉള്ള ഒരു കാര്യങ്ങളാണ് നടക്കുന്നത്. ആ പ്രക്ഷോഭം ഇപ്പോഴെങ്ങും ഒടുങ്ങും എന്ന് ഞാൻ കരുതുന്നില്ല.